വനം വന്യജീവി വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രനെതിരെ വയനാട് പ്രതിഷേധം. കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച രാജുവിന്റെ വീട് മാറോട് സന്ദർശിക്കുവാൻ എത്തിയപ്പോഴായിരുന്നു പ്രതിഷേധം. പ്രദേശവാസികൾ നേരിടുന്ന വന്യമൃഗ ശല്യത്തിന് പരിഹാരം കാണുന്നതിൽ വനം വകുപ്പ് പരാജയമാണെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. വയനാട് നിന്നും അനഘ റീജ ഭരതൻ ചേരുന്നുണ്ട്. അനഘ, വലിയ പ്രതിഷേധങ്ങൾക്ക് രാവിലെ ആ പ്രദേശം സാക്ഷ്യം വഹിച്ചതാണ്. ഇപ്പോൾ വനം വന്യജീവി വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ അവിടെ സന്ദർശിച്ച സാഹചര്യത്തിൽ എത്തരത്തിലായിരുന്നു അവിടെ പ്രതിഷേധം? മന്ത്രിയുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? മന്ത്രിയുടെ പ്രതികരണങ്ങളൊന്നും തന്നെ നിലവിൽ ലഭ്യമായിട്ടില്ല. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു എ.കെ. ശശീന്ദ്രൻ ഈ രാജുവിന്റെ വീട്ടിലെത്തിയത്. ഏതായാലും അതായത് ഇദ്ദേഹത്തെ തടഞ്ഞു വെക്കുന്ന രീതിയിലല്ല, പക്ഷെ ആളുകൾ ഈ രാജുവിന്റെ മൃതദേഹം കണ്ടു പുറത്തിറങ്ങിയ മന്ത്രിക്ക് മുമ്പിൽ പ്രതിഷേധ സ്വരം ഉയർത്തുകയായിരുന്നു. തങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ആണ് ഈ പ്രതിഷേധക്കാർ ഉന്നയിച്ചത്. വനവകുപ്പിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടികളും ഇത്തരത്തിൽ കർഷകരെ സംരക്ഷിക്കുന്നതിനായി ഉണ്ടാവുന്നില്ല എന്നും ഈ പ്രതിഷേധക്കാർ പറഞ്ഞിരുന്നു. ഇന്നലെ അടക്കം നമുക്കറിയാം, നമ്മളോട് പ്രതികരിച്ചവരടക്കം പറഞ്ഞത് യാതൊരു രീതിയിലുള്ള കൃഷികളും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതടക്കം ഈ കൃഷിക്കാർ പറഞ്ഞിരുന്നത്. മാത്രമല്ല ഫെൻസിങ്ങുകളടക്കം പ്രവർത്തന സജ്ജമല്ലെന്നും ഇന്നലെ ഈ പ്രദേശവാസികൾ പറഞ്ഞിരുന്നു. അത്തരം ഒരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഈ പ്രതിഷേധങ്ങളെല്ലാം തന്നെ അവസാനിച്ചിരിക്കുകയാണ്. ഏതായാലും ഈ രാജുവിന്റെ വീട്ടിലെത്തി സന്ദർശനം നടത്തിയ ശേഷമാണ് ഇത്തരത്തിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരു പ്രതിഷേധ സൂചകമായി ഇത്തരത്തിൽ വനം വകുപ്പ് മന്ത്രിയോട് സമീപവാസികൾ പറഞ്ഞത്. ശരി അനഘ, കാട്ടാനയുടെ ആക്രമണത്തിൽ വയനാട് മരിച്ച രാജുവിന്റെ വീട് മന്ത്രി എ.കെ. ശശീന്ദ്രൻ സന്ദർശിച്ച വേളയിൽ ഉണ്ടായ പ്രതിഷേധം സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് അനഘ റീജ ഭരതൻ നൽകിയത്.